മാഷാ അല്ലാ, സംഗതി നല്ല രസമുണ്ട് കേട്ടോ. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ, നല്ല പച്ചപ്പുണ്ട്. വെൽക്കം ബാക്ക് അഗൈൻ ഷറഫ് വിത്ത് ഫാമിലി. ഇപ്പോൾ ഉള്ളത് എടവണ്ണപ്പാറ അടുത്ത് മുറിഞ്ഞമാട് തുരുത്തിലാണുള്ളത്. പെട്ടെന്ന് വൈറലായ ഒരു സ്ഥലം കേട്ടത്. ഇത് നമ്മൾ എന്നും കാണലുണ്ട്, പക്ഷെ ഇങ്ങോട്ട് വരാനുള്ള വഴിയൊന്നും ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ ആരൊക്കെ ഇതിൻ്റെ വീഡിയോസൊക്കെ എടുത്തുകാണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും മൊത്തത്തിലാണ്ട് സംഗതിയാണ്ട് പ്രചരിച്ചോടുകൂടി ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് വരുന്നുണ്ട്. ചെറിയൊരു ടൂറിസ്റ്റ് ഏരിയ പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ അത്. ശരിക്കും ഇവിടെ വന്നാൽ നമുക്ക് എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ പുഴഭാഗം അതിനോടനുബന്ധിച്ചുള്ള ചെറിയൊരു തുരുത്തും. അപ്പോൾ നല്ല രസമാണ്, നല്ലൊരു പച്ചപ്പുള്ള പക്ക നാച്ചുറലായിട്ടുള്ള നല്ല ഗ്രീനറി ഉള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വൈബ് സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എപ്പോഴും ഇതേപോലെ കിട്ടണമെന്നില്ല കേട്ടോ. മഴ ഉള്ള സമയത്ത് ഇങ്ങോട്ട് വന്നാൽ ഭയങ്കര അപകടമായിരിക്കും. വെള്ളം പെട്ടെന്ന് കയറാനും ഇറങ്ങാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മഴ ഒന്നും ഇല്ലാത്ത സമയത്ത് നല്ല അടിപൊളിയായിരിക്കും. ഇവിടെ നമുക്ക് ഇറങ്ങി നിൽക്കുക, അതേപോലെ ഇവിടെ ഇറങ്ങി നിൽക്കുക. അതവിടെ ഒരു ടീം അത് ഫോട്ടോസ് എടുക്കണം. അതേപോലെ അതിൻ്റെ ബാക്കിലൊരു ഹൗസ് ബോട്ട് എന്തോ നിർത്തിയിട്ടാണ്, കംപ്ലൈൻ്റ് ആണോ സംശയമുണ്ട്. അതേപോലെ ഈ സൈഡിലൊക്കെ ഉണ്ട് നമുക്ക് ഇറങ്ങി നിന്നിട്ട് ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ രീതിയിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നല്ല സമയത്താണ് നമ്മൾ വന്നത്. ഇപ്പം കൂടെ അളിയനുണ്ട്, പെങ്ങളുണ്ട്, ഞാൻ ഫാമിലി ഒക്കെ ചടച്ചിരിഞ്ഞപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണ്ട, എന്നാൽ പോകാത്ത സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ സംഗതി അടിപൊളിയായി. അത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂട്ടോ. ഇതിലൂടെയൊക്കെ ഇറക്കിയാൽ നമുക്ക് അവിടെയൊക്കെ കൊണ്ടുപോയിടാം. ഇനി അതല്ല ചെറിയ വണ്ടിയാണെങ്കിലും കൊണ്ടുവരാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇറക്കുകയൊക്കെ ചെയ്യാത്ത ഒരുപാട് വണ്ടികൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഈ ഇറക്കത്ത് തന്നെ നിന്നിട്ട് തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാണ്ട് അമ്മാതിരി സ്ഥലങ്ങളാണ്. മഴ ചെയ്തിട്ട് കുടയിൽ കയറാൻ വരികയാണെന്നുണ്ട്. പോത്തുകൾ ഇഷ്ടംപോലെ ഇവിടെ മേഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നല്ലോണം ശ്രദ്ധിക്കേണ്ടി വരും. ഇവർക്ക് തിന്നാൻ പറ്റിയ നല്ല അടിപൊളി പുല്ലുകളാണ് ഇവിടെ ഉള്ളത്. നടക്കുക പാനിപ്പൂരി വരിക. എല്ലാവരും അളിയനാണ് നോക്കുന്നുണ്ട്, ഇത്രയും വലിയ കുടയായിട്ട് നടന്നിട്ട്. ഇവിടെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ട്. അവിടെ ആംപ്ലേറ്റും കാര്യങ്ങളൊക്കെ മണക്കുന്നുണ്ട്. ഇതിൻ്റെ നല്ല സെൻട്രലായിട്ട് നല്ല രസമുണ്ട്. അവിടെ ചെയറൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ട് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും. അതേപോലെ കുറച്ച് ടീം ഇതവിടെ ഫുട്ബോൾ കളിക്കണം. സംഗതി സൂര്യൻ വരുന്നുണ്ട്, മിക്കവാറും വെയിലാവും. മഴാണ്ട് പോയി കിട്ടിയാൽ നല്ല രസമുണ്ടാവും കാണാൻ. പക്ഷേ മഴ പെയ്യുമ്പോൾ അത് വേറൊരു വൈബും കൂടിയാണ്. എവിടെയൊക്കെയാണ് ഇതിൻ്റെ ബൗണ്ടറി വരണ്ടേ? കുട്ടികളൊക്കെ എന്തോ ഒരു ഹാപ്പിയാണ്. കാരണം ഓൽക്ക് ഇങ്ങനെ ഇതൊന്നും അതിൻ്റെ നിരന്ന് കിടന്നിട്ടും പിന്നെ ഈ പച്ചപ്പ് നമ്മളെ നാട്ടിൽ എവിടെ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു പച്ചപ്പ് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കണം. മാഷാ അല്ലാ, അതിനെങ്ങേപ്പുറത്ത് എന്തോ ഒരു പച്ചപ്പ് അല്ലേ? സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ആർക്കാരും ഇഷ്ടപ്പെടും കേട്ടോ. വൈകുന്നേരങ്ങളൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചിലവഴിക്കാൻ പറ്റിയൊരു ഹാപ്പിയസ്റ്റ് സ്ഥലം. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ ചിലപ്പോൾ മുറിഞ്ഞമാട് തുരുത്ത് എന്നൊക്കെ അടിച്ചാൽ പെട്ടെന്ന് കിട്ടിക്കോളണമെന്നില്ല. ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഈ കറക്റ്റ് വരേണ്ട വഴി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു സ്ഥലങ്ങൾ സ്ഥിരമായിട്ട് എടവണ്ണപ്പാറയിൽ നിന്ന് അരീക്കോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പുഴ ഇങ്ങനെ റോഡിനോട് ചാരി ഇങ്ങനെ കുറേ പോകുന്നുണ്ട്. തുരുത്ത് ചോദിച്ചുകൊണ്ട് വല്ല ഇങ്ങനെ പോന്നാൽ ഇന്ന് വല്ലാണ്ട് പഴക്കില്ല. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഏരിയയാണ്. ഇത് കണ്ട കുട്ടികളൊക്കെ അത് അവിടെ നിന്ന് നടന്ന് വരുന്നത്. ഇപ്പം കറക്റ്റ് വൈകുന്നേരം 4 മണി സമയമാണ്. മഴയൊക്കെ പോയി നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട്. വെയിലടിച്ചപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. പക്ഷേ ഈ പച്ചപ്പ് കാണുമ്പോൾ ഏത് ചൂടാണെങ്കിലും നമ്മളൊന്നും മറന്നിട്ട് ഇവിടെ ഇവിടെ ലയിച്ച് പോകണം. ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് കൊണ്ടിരിക്കണം നമ്മൾ. മാഷാ അല്ലാ, നല്ല രസമുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. ഒരു ടീം ഇവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇത് അവിടെ 2 ടീം മറ്റേ ബ്രൈറ്റ് ട്യൂബിൻ്റെ എന്തോ ഒരു പരിപാടിയായിട്ട് നടക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ബ്രൈറ്റ് ട്യൂബിൻ്റെ ഷൂട്ടിംഗ് എടുക്കണം. ആ ഫാമിലി മൊത്തം 2 ഫാമിലി ഉണ്ട് അവിടെ. അതേപോലെ ഇവിടെ കുറേ പശുക്കൾ അവിടെ ആ സൈഡിൽ മേയുണ്ട്. പിന്നെ ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല. എന്താണെന്ന് അറിയില്ല. ഫോട്ടോസ് എടുക്കാൻ വേറെ നിങ്ങൾ എങ്ങോട്ടും സ്ഥലം തപ്പിപ്പോണ്ട് ഈ പച്ചപ്പിനും കണ്ടല്ലോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസിൽ കിട്ടും. ഞാൻ ഇവിടുന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ കാട്ടിത്തരാം കേട്ടോ. വെയിലടിച്ചപ്പോൾ നിൽക്കാനേ കഴിഞ്ഞില്ല. എന്തോ ഒരു ചൂടറിയോ. അവിടെ ഇത്തിരി തണൽ കാണുക അറ്റത്ത്. അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഇവിടെ അല്ലാതെ വേറെ എവിടെയും കയറി നിൽക്കാൻ പറ്റിയൊരു സ്ഥലം ചേട്ടാ. ഒരു മരം പോലും ഈ തുരുത്തിലില്ല. ഇവിടെ തട്ടാ ബ്രൈറ്റ് ട്യൂബിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ഇങ്ങനത്തെ ടീമിൻ്റെ നമ്പർ കിട്ടും. നിങ്ങൾ ആദ്യം തന്നെ വിളിച്ച് പറഞ്ഞാൽ അവരിവിടെ സെറ്റ് ചെയ്തേക്കും. നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് പങ്കെടുക്കാനുള്ളത് നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. പിന്നെ
സംഗതി എന്താ രസം എന്ന് വെച്ചാൽ ഇവിടെ എന്തോ ഒരു ബ്രൈഡ് ട്യൂബിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. അതിൻ്റെ അടിയിലേക്ക് കുറേ പൂത്തുകൾ കയറി വന്ന് ഫ്രെയിമൊക്കെ കയറി വന്നപ്പോൾ എല്ലാവരും കൂടി പൂത്തിനെ അവിടെ നിന്നിട്ട് ഓടിച്ചിട്ട് വിട്ട്. ഞങ്ങളിപ്പോൾ ഏകദേശം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. ഇപ്പോഴും വരെ പരിപാടികൾ കഴിഞ്ഞിട്ടില്ല ചേട്ടാ. മറ്റേ ബ്രൈഡ് ട്യൂബിൻ്റെ ഷോ അങ്ങേപ്പുറത്ത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതേപോലെ ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ നടക്കേണ്ടത്. ചെറിയൊരു കുട്ടീൻ്റെ ബർത്ത്ഡേ പാർട്ടി, അങ്ങേ തലക്കിലൊരു ബർത്ത്ഡേ പാർട്ടി, ഇവിടെ അതാ ഫുട്ബോൾ കളികൾ അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സൂര്യനെ കുറേയൊക്കെ താന്നു, പക്ഷെ നല്ല മഴക്കാലത വീണ്ടും വന്നു. ഓരോ ഏരിയയിലും ആൾക്കാർ ഇങ്ങനെ കൂടി ഇരുന്നിട്ട് അങ്ങനെ വൈകുന്നേരം ചിലവഴിക്കട്ടെ. വന്ന ടീം ആർപ്പുളികളോട് കൂടി ബ്രൈഡ് ട്യൂബി ആഘോഷിക്കണതാ. എങ്ങനെയുണ്ട് സ്ഥലം? അതൊന്നും ഇഷ്ടപ്പെട്ടാ? നല്ല ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട് മക്കളെ നമ്മളെ ഈ മുറിഞ്ഞമാട് തുരുത്തിലെ ഈ ചെറിയൊരു കുഞ്ഞ് വീഡിയോസ് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി, അതേപോലെ വൈകുന്നേര സമയങ്ങളിൽ സായാഹ്നം ചെലവഴിക്കാനും, അതേപോലെ ചെറിയൊരു ക്യാമ്പിങ്ങിന് നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് വൈകുന്നേര സമയത്ത് കുട്ടികളെ കയറ്റി വന്ന് ഇരുന്ന് കുട്ടികളെ കളിക്കാൻ വേറൊരു വഴിക്ക് വിടുക, നമ്മളൊരു ഭാഗത്ത് ഇരുന്ന് സൊറ പറയുക. അങ്ങനെ അതേപോലെ ചെറിയ ഫംഗ്ഷനുകൾ ഇപ്പോൾ ഇങ്ങനത്തെ ബ്രൈഡ് ട്യൂബി മറ്റേ ട്യൂബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ഫംഗ്ഷന്, പിന്നെ പെരുന്നാൾ നോമ്പൊക്കെ ആകുമ്പോൾ നോമ്പിനുള്ള നോമ്പ് തുറ നടത്താൻ പറ്റിയ ചെറിയൊരു ഏരിയ, അതിന് പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടാണ് ഈ മുറിഞ്ഞമാട് തുരുത്ത്. അപ്പോൾ ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പറ്റുന്നുണ്ട് ഫാമിലി ആയിട്ട് വരിക. കൊണ്ടോട്ടി എന്നൊക്കെ അതിനത്രയും കിലോമീറ്റർ ഒരു 10-15 കിലോമീറ്റർ ഓടാനുള്ള ആകുന്നുണ്ട്. ഊട്ടിയിലൊക്കെ എത്തിയാണ്ടല്ലോ നമ്മൾ കർണാട്ടിക് ഗാർഡനും ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോയിട്ട് ഇരുന്നിട്ട് എന്താണ് വൈബ് കിട്ടുന്നത്, അതേ വൈബ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. സത്യമായിട്ട് ഞാൻ കളവ് പറയില്ല കേട്ടോ. നമ്മൾ കൂടെ വന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും നടന്ന് ഫോട്ടോസ് എടുക്കണം. പുഴൻ്റെ ആ സൈഡിലേക്ക് ഒരുപാട് ആൾക്കാർ ഇരിക്കണം. നല്ല രസമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ തന്നെ. അതേപോലെ ഇവിടെയൊക്കെ ആളുകൾ കൂടി. അപ്പോൾ ശനി ഞായറല്ലാത്ത ദിവസങ്ങൾ ഫാമിലിയും കൂട്ടി വന്നാൽ നല്ല സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വൈകുന്നേരം നല്ല അടിപൊളിയായിട്ട് ചിലവഴിക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരാളെ കീഴിലല്ല, ഇതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു തുരുത്തായിരുന്നു. ആളുകൾ വന്ന് ഇതൊരു ഫേമസ് ആയ സ്ഥലമായതാണ്. ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ നാട്ടിൽ വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വരിക. ഒരാൾക്കും നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇത് കാലാകാലം നിലനിൽക്കും. എന്നൊക്കെ ഈ തുരുത്തുണ്ട് അന്നൊക്കെ നമുക്ക് ഇവിടെ വരാൻ പറ്റും. വരുമ്പോൾ നിങ്ങൾ കുറച്ച് സാധനം ഉണ്ടാക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കാർപ്പറ്റൊക്കെ ഇട്ട് 2 ചെയറൊക്കെ ഇട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇരുന്ന് കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. കുട്ടികൾ ഇവിടെ ഇങ്ങോട്ട് കളിക്കാനും ഇവിടെ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കണ്ടെത്തും. അപ്പോൾ കുട്ടികൾ ഏത് വഴിക്കാണ് പോയതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അതൊന്നും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. മാക്സിമം 7 മണി വരെ അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ വന്നിട്ട് പോകണം എല്ലാവരും. അപ്പോൾ എങ്ങനെയുണ്ട് ചെറിയൊരു കുഞ്ഞു വീഡിയോ? ഇഷ്ടപ്പെടൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തോടെ.